രാവിലെ ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ ആദ്യം കണ്ട ന്യൂസ് എന്ന് പറയുന്നത് ഈ ഡോക്ടറെ വെട്ടിയ താമരശ്ശേരിത്തെ ഇൻസിഡന്റ് ആണ്. സത്യം പറഞ്ഞാൽ അത് കണ്ടപ്പോൾ സങ്കടം തോന്നി, അതിൽ കൂടുതൽ പേടി തോന്നി. ഈ വീഡിയോന്റെ താഴെയുള്ള കമന്റ് ബോക്സിലുള്ള കമന്റ്സ് ഭയങ്കര സ്കെയറിയാണ്. അതിൽ കൂടുതൽ ആൾക്കാരും ഈ വെട്ടിയ ആളെ, ഈ അച്ഛനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള കമന്റ്സ് ആണ് ഞാൻ കണ്ടത്. ഒരു അച്ഛന്റെ രോദനം, അല്ലെങ്കിൽ ഈ കുഞ്ഞു നഷ്ടപ്പെട്ട അച്ഛന്റെ വിഷമത്തിന്റെ പുറത്ത് അയാൾ ചെയ്തു പോയത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ക്രൈമിനെ ന്യായീകരിക്കുന്ന പോലെയാണ് കൂടുതൽ കമന്റ്സ് ഞാൻ കണ്ടത്. അപ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് ഈ ഡോക്ടർക്കും ഒരു അച്ഛനുണ്ട്, ഫാമിലി ഉണ്ട്, കുടുംബമുണ്ട്. അതേപോലെ തന്നെ പാരൻസ് ആയിട്ടുള്ള മക്കളുള്ള അച്ഛന്മാരും അമ്മമാരും ഡോക്ടേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇമോഷൻസ് എന്ന് പറയുന്നത് പേഷ്യൻസിന്റെ ഫാമിലീസിനും മാത്രമല്ല, ഡോക്ടേഴ്സിനും ഉണ്ട്. മീഡിയ ഡോക്ടർ ട്രീറ്റ്മെന്റ് കൊടുക്കാൻ ലേറ്റ് ആയതുകൊണ്ട് കുഞ്ഞ് മരണപ്പെട്ടു എന്നുള്ള പോലെയാണ് അവരുടെ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് അത് കൊടുത്തേക്കുന്നത്. അത് അത്ര റൈറ്റ് ആയിട്ടുള്ള കാര്യമാണെന്ന് എനിക്കറിയില്ല. കാരണം മീഡിയക്കാണെങ്കിലും ഇത് കാണുന്ന പബ്ലിക്കിനാണെങ്കിലും ഈ ഡിസീസിനെ പറ്റിയോ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിനെ പറ്റിയോ വലിയ അറിവില്ലാതെയാണ് സംസാരിക്കുന്നത്. അതായത് ഈ മസ്തിഷ്ക ജ്വരം എന്ന് പറയുന്നത്, വിച്ച് ഈസ് മെനിങ്കോ എൻസെഫലൈറ്റിസ് എന്ന് പറയുന്ന ഒരു ഡിസീസിന് വളരെ കുറവ് സർവൈവൽ റേറ്റ് ഉള്ള ഒരു ഡിസീസാണ്. അതായത് ഒരു 5 to 6% ഒക്കെയാണ് ഇതിന് സർവൈവൽ റേറ്റ് ഉള്ളൂ. വളരെ പുവർ പ്രോഗ്നോസിസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിന്റെ പാത്തോളജിക്കലോ അല്ലെങ്കിൽ സയന്റിഫിക് നോളജ് ഒന്നും ഇല്ലാതെയാണ് സമൂഹം ഇതിനെപ്പറ്റി പ്രതികരിക്കുന്നത്. ഡോക്ടേഴ്സ് എന്ന് പറയുന്നത് ദൈവങ്ങളല്ല. ഈ മെഡിക്കൽ സയൻസിന് കുറച്ച് ലിമിറ്റേഷൻ ഉണ്ട്. അതിനും മേലെയുള്ള കാര്യങ്ങൾ ഡോക്ടേഴ്സിന്റെ അറിവ് കൊണ്ട് അവർക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, രക്ഷിക്കാൻ പറ്റിയെന്ന് വരില്ല. എൻ്റെ അറിവിൽ ഒരു ഡോക്ടേഴ്സും പേഷ്യൻസ് മരിച്ചു പോട്ടെ എന്ന് വിചാരിച്ചല്ല ട്രീറ്റ് ചെയ്തത്. അവരുടെ ലൈഫ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് എല്ലാ ഡോക്ടേഴ്സും വർക്ക് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇങ്ങനൊരു വീഡിയോ ഇട്ടുകൊണ്ടോ അതോ എന്നെ പോലെയുള്ള വേറെ കുറച്ച് ഡോക്ടേഴ്സ് ഇതിന് റിയാക്ട് ചെയ്തൊരു വീഡിയോ ഇട്ടുകൊണ്ടോ സമൂഹത്തിൽ വലിയ ചേഞ്ചസ് ഒന്നും വരാൻ പോകണമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അറ്റ്ലീസ്റ്റ് അതെങ്കിലും ഞങ്ങളുടെ സൈഡിൽ നിന്ന് ചെയ്യണം എന്ന് എനിക്ക് തോന്നിയോണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ഞാൻ ഇടുന്നത്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരു പോലീസുകാരനെയോ അല്ലെങ്കിൽ ഒരു അഡ്വക്കേറ്റിനെയോ അവരുടെ വർക്ക് പ്ലേസിൽ പോയിട്ട് അവർക്ക് അടിക്കുകയോ എന്തിന് ഒരു ബാഡ് വേർഡ്സ് ഉപയോഗിച്ചാൽ സിമ്പിളായിട്ട് ഇതേപോലെ ഇറങ്ങി നടക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? വേറെ ഒരു എഞ്ചിനീയറെ തല്ലിക്കൊന്നൊന്നും ഞാൻ കേട്ടിട്ടില്ല. ഇത് ഫുള്ള് കേൾക്കുന്നത് ഡോക്ടേഴ്സിനെതിരെയാണ്. അപ്പോൾ ഇങ്ങനെ ഡോക്ടേഴ്സിനെതിരെ പ്രതികരിക്കുമ്പോൾ അല്ലെങ്കിൽ എന്ത് കാര്യത്തിനെതിരെ നിങ്ങൾ പ്രതികരിക്കുമ്പോൾ അതിൻ്റെ രണ്ട് വശവും അറിഞ്ഞിട്ട് പ്രതികരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സങ്കടമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അത്രേ ഉള്ളൂ.